എല്ലാവരുടെയും ഡാൻസ് അടിപൊളിയാണ് കേട്ടോ. ഞാൻ സിദ്ധിയെ കുറിച്ച് മാത്രം പറയുമ്പോൾ ടീച്ചർ ഒന്നും വിചാരിക്കരുത്. ഞാൻ സിദ്ധിയുടെ ഫാനാണ്. അത്രയ്ക്കും ഇഷ്ടമാണ് അവളുടെ ഉണ്ട കണ്ണ്. അത്രയ്ക്കും ഇഷ്ടമാണ് സിദ്ധി ഫാൻ എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. സഹോദരനാണോ സഹോദരിയാണോ എന്നറിയില്ല, എന്തായാലും ഒരുപാട് ബബിത എന്നാ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. ചിലരെ കൂടുതൽ കൂടുതൽ ഇഷ്ടക്കുറവ് എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ്. ഓക്കെ. അല്ല, ചില കമന്റ്സിലൊക്കെ ഇങ്ങനെ ശ്രീലക്ഷ്മിയെ കണ്ടില്ല, മീനാക്ഷിയെ കണ്ടില്ല, ഇങ്ങനെ പറയും. സ്പെസിഫിക് ആയിട്ട് കുറച്ച് പേര് ഇതുവരെ എന്നെ തിരക്കിയിട്ടില്ല. ഞാൻ ഒന്നും ഇല്ലെങ്കിൽ തിരക്കത്തേ ഇല്ല. ചുമ്മാ ഒരു ആശ്വാസന പറഞ്ഞാണ് എന്നെ ഇഷ്ടമാണ്. എന്ന് ആശ്വസിക്കാം. ലിമ ജിനേഷ് പറഞ്ഞിരിക്കുന്ന ഒരു കമന്റ് ഉണ്ട്. അതായത് ഇങ്ങനെ മേക്കപ്പ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ടീച്ചർ, ഡാൻസ് നല്ലതായിരുന്നു, ഇതുപോലെയുള്ള ഡാൻസിന് സിമ്പിൾ മേക്കപ്പ് മതിയെന്ന്. അതിനെക്കുറിച്ച് ജനമോളുടെ അഭിപ്രായം എന്തുവാ? സത്യത്തില് മേക്കപ്പ് ഒന്നും ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മൾ ഫൗണ്ടേഷൻ, പൗഡർ അങ്ങനെ ഒന്നും യൂസ് ചെയ്യാലോ, ഒന്നുമില്ല. ആകെ ചെയ്ത് വെച്ചാൽ ഈ കാര്യം നമ്മളിങ്ങനെ കട്ടിക്കെഴുതി ലിപ്സ്റ്റിക്ക് ഇട്ട് ഒരു വലിയ പൊട്ടും വെക്കുമ്പോൾ എന്തോ ചെയ്തതുപോലെ ഇങ്ങനെ തോന്നും. അതിന്റെ കൂടെ ഇങ്ങനെ പൂവൊക്കെ വെച്ച് ഇങ്ങനെ വരുമ്പോ അതിങ്ങനെ ഓവറായിട്ട് തോന്നുന്നത്, അല്ലാണ്ട് ഒന്നുമില്ല. എന്നാലും കുറച്ചുകൂടി കുറയ്ക്കാം. പിന്നെ ഇതൊന്ന് കട്ടിക്ക് വരുന്നത് കൊണ്ടാണ്, അല്ലാണ്ട് ഒന്നും യൂസ് ചെയ്യാറില്ല. ഒരു ഒരുക്കം വരുന്നത് ഡാൻസ് രീതിയിൽ തന്നെ ഒരല്പം കൂടുതലായിട്ട് അതൊരു നമ്മളിങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റൈലാണ്. അതുകൊണ്ടായി. ഓക്കെ. എന്താ പറയാ, ഒരുപാട് നല്ല നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ നിത്യതയെ ബേസും ഡാൻസ് പഠിക്കുന്നതിന്റെ ബേസും. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് പറഞ്ഞിരിക്കുന്നത് ഒരുങ്ങുന്നതും എന്താ പറയാ, ഓവർ എക്സ്പ്രഷൻ ബേസ്. അത് രണ്ടും പ്രധാനമായിട്ട് ഇത് വന്നിരിക്കുന്നതുകൊണ്ട് എടുത്തു പറയുവാണ് കേട്ടോ. നമ്മുടെ ഒരു രീതിയാണ് എല്ലാ ഡാൻസിനും ഇങ്ങനെ കുറച്ചിങ്ങനെ വലിയ നല്ല കട്ടിക്ക് കണ്ണെഴുതുന്നത്, ലിപ്സ്റ്റിക് ഇടുന്നത്, വലിയ കമ്മല്, പൂവ്, പൊട്ട്, ഇതൊക്കെ ഒരു രീതിയായിട്ട് പോകുന്നതാണ്. എന്നാലും പരമാവധി ഇനിയുള്ള സോങ്സിന് ഇങ്ങനെയുള്ള സോങ്സ് എടുക്കുമ്പോൾ കുറേയൊക്കെ അത് തിരുത്താൻ ശ്രമിക്കാം. എല്ലാം കറക്റ്റ് വായിച്ചിട്ടുണ്ട്. ഇതിലെന്തെങ്കിലും മീൻസ് നിങ്ങളുടെ വശത്ത് മൈനസായിട്ട് കണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഉറപ്പായിട്ടും നോട്ട് ചെയ്യും, തിരുത്തുകയും ചെയ്യും അല്ലേ. പിന്നെ ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാട്. അതായത് 200-ൽ പുറത്ത് കമൻസ് ഉണ്ടായിരുന്നു. അപ്പം അതിനെല്ലാമായിട്ട് നമുക്ക് പറയാനുള്ള സമയപരിമിതി കൊണ്ടാണ് ഇത്രയും കമൻറ്റ് എടുത്തു പറഞ്ഞത്. അപ്പം ഇനി നമുക്ക് അടുത്ത ഡാൻസിൻ്റെതായിട്ടുള്ള കമൻറ്റ് സെക്ഷൻ നോക്കാം.